പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഞങ്ങളുടെ ജീവനും രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവനും ജീവിതവും ഞങ്ങൾക്കുള്ള സർവസ്വവും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ഈ തിരുവോസ്തിയിൽ അങ്ങയുടെ തിരുഹൃദയം ഞങ്ങൾ കാണുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. ഈശോയെ, അങ്ങയുടെ ജ്വലിക്കുന്ന ഹൃദയം, അങ്ങയുടെ സ്നേഹാഗ്നി ഞങ്ങൾ ഈ ദിവ്യകാരുണ്യത്തിൽ ദർശിക്കുന്നു. അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും അങ്ങേക്ക് തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുന്ന് ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യമായ ശക്തിയാൽ ഈ നിമിഷം ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്നുള്ള ആ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ, ഹൃദയത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ അവിടുന്ന് മനസ്സിലാക്കുന്നുവല്ലോ. ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും ഞങ്ങൾ മനസ്സിലാക്കട്ടെ. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അവൻ്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു. അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു. അവിടുന്ന് അത് നൽകി. സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ അങ്ങയുടെ സഹായത്താൽ അവൻ്റെ മഹത്വം വർദ്ധിച്ചു. അങ്ങ് അവൻ്റെ മേൽ തേജസ്സും പ്രതാപവും ചൊരിഞ്ഞു. അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. ഞങ്ങളുടെ ജീവനും രക്ഷകനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും അങ്ങയുടെ സന്തോഷത്താൽ, അങ്ങയുടെ ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയെ ആരാധിക്കുവാനായി അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കരുണയോടെ കടാക്ഷിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ സ്നേഹം എത്ര മാധുര്യമുള്ളതാണ്. അങ്ങ് ഞങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നു. അങ്ങയുടെ സ്നേഹക്കടലിൽ അവിടുന്ന് ഞങ്ങളെ ഈ നിമിഷം മുക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങാണ് ഞങ്ങളുടെ ഇടയൻ. ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അങ്ങ് കൂടെയുള്ളപ്പോൾ ഞങ്ങൾ എന്തിനു ഭയപ്പെടണം? ദിവ്യകാരുണ്യത്തിലുള്ള അങ്ങയുടെ സജീവമായ സാന്നിധ്യം ഒരിക്കൽ കൂടി ഞങ്ങൾ ഏറ്റുപറയുന്നു. നമുക്ക് ഈ നിമിഷം ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഈശോയെ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഈശോയെ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ദൈവപിതാവെ, അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. ആത്മാവേ, ശക്തമായ അഭിഷേകത്താൽ ഈ ആരാധനാ നിമിഷങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവപിതാവെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ നിറയണമേ, നിറയണമേ. അങ്ങേ ആരാധിക്കുന്ന ഞങ്ങളുടെ മേൽ അവിടുത്തെ കരുണാകടാക്ഷം ഉണ്ടാകണമേ. സ്നേഹമൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ആത്മാവിന് ശക്തമായ അഭിഷേകം നൽകി അങ്ങയുടെ വചനത്തിൻ്റെ ശക്തമായ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സിനെ, ആത്മാവിനെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ആത്മാവിൽ അങ്ങയുടെ സ്നേഹപ്രകാശം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു.
ഈശോയെ നന്ദി. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സ്നേഹിക്കുന്നുവല്ലോ. ഞങ്ങളെ അവിടുന്ന് വ്യക്തിപരമായി ആഴമായി സ്നേഹിക്കുന്നു. അങ്ങയെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മാത്രമാണ് മഹത്വം. അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. കർത്താവെ, ആകാശം വിളർന്ന് ഇറങ്ങി വരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. അഗ്നിയിൽ വിറകെരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിവിറയ്ക്കട്ടെ. ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനകരമായ കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്ക് അവിടുന്ന് നന്മകൾ ധാരാളമായി വർഷിക്കുന്നുവല്ലോ. അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് അവിടുന്ന് ഓരോ നിമിഷവും ക്ഷണിക്കുന്നുവല്ലോ. ഈശോയെ, അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് മഹത്വം. നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവേ, ഞങ്ങളോട് അവിടുന്ന് കൃപയായിരിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയെ സ്തുതിച്ചിരുന്നു. ഞങ്ങളുടെ വിശുദ്ധവും മനോഹരവുമായ ആലയം അഗ്നിക്കിരയാക്കിയിരിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിൻ്റെ അവസ്ഥ അവിടുന്ന് കാണുന്നുവല്ലോ. ഞങ്ങൾ ഓരോരുത്തരിലേക്ക് അങ്ങയുടെ കൃപയും കരുണയും ഒഴുക്കണമേ. അങ്ങയെ ആരാധിക്കാനായി അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ അവിടുന്ന് കൃപയെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ സങ്കടങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് സന്തോഷം തരണമേ, സമാധാനം തരണമേ. ഉത്തിതനായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമാണല്ലോ സമാധാനം എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എന്ന ഈശോയെ, അവിടുന്ന് ഉദിതനായ നിമിഷം മുതൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട നിമിഷങ്ങളിലെല്ലാം അവിടുന്ന് സമാധാനം ആശംസിക്കുന്നുവല്ലോ. ഞാൻ വന്നിരിക്കുന്നു നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് നല്ല ചെയ്ത. കർത്താവെ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണെന്ന് നല്ല ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജനനം മുതൽ ഇന്ന് ഈ നിമിഷം വരെയുള്ള അങ്ങയുടെ സ്നേഹപരിപാലനെ ഓർത്ത് കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല കർത്താവെ. അങ്ങ് എല്ലാം അങ്ങയുടെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുകയാണല്ലോ. അവയെല്ലാം ഞങ്ങളുടെ നന്മയ്ക്ക് മാത്രമാണെന്ന് വിശ്വസിച്ചേറ്റു പറയുന്നു. അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഈശോയെ, അങ്ങല്ലാതെ മറ്റാരാണ് ഞങ്ങൾക്കുള്ളത്? അങ്ങാണ് ഏകരക്ഷകൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി അങ്ങയുടേതല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് ഈ നിമിഷം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ ഞങ്ങളിലേക്ക് വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ സത്യദൈവമാണ്. അങ്ങ് സത്യമായും ഉദ്ധാനം ചെയ്തുവെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നു. അങ്ങയുടെ ഉദ്ധാന രഹസ്യത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ പുത്രനായ ഈശോ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയെ പൂർണ്ണമായി സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ വയലുകളെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യസഹായകനായ പരിശുദ്ധാത്മാവേ, പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ഓരോ നിമിഷവും ഞങ്ങൾ പോകേണ്ട വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ മഹത്വപ്പെടുത്തുന്നു. ഈ ആരാധനാ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവർണ്ണനീയമായ ദാനത്തെ ഓർത്ത് കർത്താവെ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് സ്തുതി. ജീവിക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു, കാണുന്നു. ഞങ്ങളുടെ ജീവിതം എന്താണെന്ന് അങ്ങേക്കറിയാം. ഞങ്ങൾക്ക് ആവശ്യമായവ, ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളവ അവിടുന്ന് ഞങ്ങളെക്കാൾ ഏറെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് കരുണയും കരുതലുമായി ഞങ്ങളുടെ കൂടെ അവിടുന്ന് വരുന്നുവല്ലോ. ഈശോയെ, അങ്ങിലുള്ള വിശ്വാസം ഞങ്ങളെ ഈ നിമിഷം ഏറ്റുപറയുന്നു. ഞങ്ങളങ്ങിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വഴിയും സത്യവും ജീവനും നീയാണ് കർത്താവെ. നീ മാത്രമാണെന്ന് ഞങ്ങൾ ഈ നിമിഷം ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ദിവ്യ
ഈശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ, നാം ഈ നിമിഷം ആരാധനയ്ക്കായി അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഈശോ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹമാണ് ഇപ്പം ഈ ദിവ്യകാരുണ്യത്തിൽ തിരുഹൃദയവുമായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മെ നോക്കി നമ്മുടെ ഹൃദയങ്ങൾ മനസ്സിലാക്കുന്ന ദിവ്യകാരുണ്യനാഥൻ അവിടുത്തെ തിരുമുമ്പിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തോട് അനവരതം കാണിച്ച സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ഈശോയുടെ തുളയ്ക്കപ്പെട്ട ഈ ഹൃദയം. നമുക്ക് ഈശോ നമ്മോട് അരുളി ചെയ്ത, ദൈവം നമുക്കായി നൽകിയ ആ തിരുവചനങ്ങൾ ഏറെ സ്നേഹത്തോടെ ശ്രവിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ആ വചനത്തെ അഭിഷേകമായിട്ട് സ്വീകരിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 4-ാം വചനത്തിൻ്റെ അഭിഷേകം. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം 15-16 വചനങ്ങളാണ് നാം ഇത് കാണുന്നത്. അതുപോലെ വീണ്ടും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. വീണ്ടും ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടട്ടെ. നമുക്ക് ഈ നിമിഷം നമ്മുടെ കരങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവ്, ഈ വചനങ്ങളുടെ അഭിഷേകം ഞങ്ങളിലേക്ക് ചൊരിയണമേ. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവ ദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം ഉതിർക്കും. സെഫാനിയായി 3-ാം അധ്യായം 17-18 വചനങ്ങൾ ഈ നിമിഷം നമുക്ക് വലിയ കൃപയായിട്ട് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന. മഹത്വം കർത്താവേ, അങ്ങേക്ക് മഹത്വം. ദൈവപിതാവേ, സ്തുതിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ധരാധരാതുരപ്പനരഹലത സ്തുതിക്കുന്നു. ഈശോയെ അങ്ങയുടെ വചനത്താൽ രോഗശാന്തികൾ നൽകട്ടെ. സ്തുതിക്കുന്നു. ഈശോയെ ആരാധന ശ്രമിക്കുന്ന എല്ലാവരിലും നിന്റെ കൃപ ചൊരിയണമേ. എല്ലാവിധ രോഗത്തിൻ്റെ, അസ്വസ്ഥകളുടെ, മനസ്സിൻ്റെ ശാന്തിയില്ലാത്ത അവസ്ഥയിലേക്കെല്ലാം നിന്റെ കൃപ ചൊരിയട്ടെ. ഈശോയെ ആരാധന സ്തുതിക്കുന്നു. ഭാഷാപരമുള്ളവർ ഭാഷാവർ സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു. വലിയ ആത്മീയ കൃപയൊരിയട്ടെ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. വലിയ സ്നേഹത്തിൻ്റെ അഭിഷേകം ചൊരിയട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം ചൊരിയട്ടെ. വചനത്തിൻ്റെ വലിയ കൃപ അഭിഷേകമായിട്ട് വരട്ടെ. ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ത്രിയേക ദൈവമേ, അവിടുത്തെ കൃപയും കരുണയും ചൊരിയണമേ. അമ്മേ മാതാവേ, സ്വർഗം മുഴുവനും ഈ ദിവ്യകാരുണ്യത്തിനുള്ളിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ ഈ നിമിഷം അനുഭവിച്ചറിയുന്നു. കർത്താവെ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. ആരാധന. ഈശോയെ സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ അങ്ങ് ആരാധിക്കുന്നു. സ്തുതിക്കുന്നു. നന്ദി പറയുന്നു. ഈശോയെ നന്ദി. ഈശോയെ ആരാധന. കർത്താവെ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം, രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവിളികളെ ശ്രവിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കഷ്ടതകളുടെ കാലത്ത് അങ്ങ് ഞങ്ങളുടെ തൊട്ടടുത്തുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ അങ്ങ് വസിക്കുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ അങ്ങ് വസിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളെ അവിടുന്ന് സന്തോഷമായി പകർത്തുന്ന ഈ ആരാധന നിമിഷങ്ങളെ ഓർത്ത് കർത്താവേ, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ,
അങ്ങയെ ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ കരുണയും കൃപയും ഞങ്ങളുടെ മേൽ അവിടുന്ന് ചൊരിയുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. പരമപരിശുദ്ധനായ അങ്ങയുടെ തിരുസന്നിധാനത്തിൽ ആയിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ അങ്ങയെ ആരാധിക്കുവാനായി, അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുവാനായി ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ കുറവുകളെ കർത്താവേ തിരുമുമ്പിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. മാലാഹ വൃന്ദങ്ങൾ അനവരതം പരിശുദ്ധൻ 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 എന്ന് അങ്ങയെ പാടി സ്തുതിക്കുന്നു. അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്ന സ്വർഗീയ സൈന്യങ്ങളോട് ചേർന്ന്, മാലാഹ വൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കട്ടെ. ഈശോയെ, ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ആത്മാവിനെ അവിടുന്ന് തുറക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിൻ്റെ പാപക്കറകളെ, ഞങ്ങളുടെ ആത്മാവിൻ്റെ പാപക്കറകളെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ. ഞങ്ങളുടെ ശിരസ്സു മുതൽ ഉള്ളംകാല് വരെ അങ്ങയുടെ തിരുരക്തം ഒഴുകട്ടെ. ഞങ്ങൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയെ, അങ്ങിലാണ് ഞങ്ങളുടെ പൂർണ്ണ സൗഖ്യവും പൂർണ്ണ വിമോചനവും. പിതാവായ ദൈവമേ, അങ്ങയുടെ പൂർണ്ണ സ്നേഹമായ പുത്രനായ ഈശോയെ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ, അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. തിരുവോസ്തിയിൽ ആയിരുന്നു കൊണ്ട് ഞങ്ങളെ പൂർണ്ണമായി സ്നേഹിക്കുന്ന, ഞങ്ങളെ മനസ്സിലാക്കുന്ന, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏറ്റെടുക്കുന്ന, ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കുന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മുടെ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകൾ, ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ഉത്കണ്ഠകൾ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ തൊട്ട് സുഖപ്പെടുത്തുവാൻ നമ്മുടെ അരികിലുണ്ട്. ഈശോയ്ക്ക് ഇന്നലകളില്ല, നാളുകളില്ല. ഈശോ ഇന്നും സജീവനാണ്, ജീവിക്കുന്നവനാണ് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാം. ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനും. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നാഥനായി അങ്ങയെ സ്വീകരിക്കുന്നു. ഈശോയെ, അങ്ങിലാണ് ഞങ്ങളുടെ പൂർണ്ണമായ രക്ഷയും സമാധാനവും ശാന്തിയും. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും ഉയരവും മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ, വലിയ കൃപയായി, കരുണയായി, ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകമായി, വചനത്തിൻ്റെ വലിയ കുളിർമഴയായി ഞങ്ങളിലേക്ക് കടന്നു വരണമേ. വചനത്തിൻ്റെ ശക്തമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയെ പൂർണ്ണമായി കാണുവാൻ, ഹൃദയങ്ങളിലേക്ക് ആ ശക്തിയുടെ പ്രവാഹം ഏറ്റെടുക്കുവാൻ ആത്മാവെ ഞങ്ങളെ സന്നദ്ധമാക്കണമേ. ദിവ്യ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ ജ്വലിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്തിനായി നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കരങ്ങളെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ സ്തുതി, ആരാധന ആരാധന, ഹല്ലേലൂയ ആരാധന. സ്തുതിക്കുന്നു ഈശോയെ നന്ദി പറയുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ആരാധന ആരാധന. സ്തുതിക്കുന്നു ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ ആരാധന ഈശോയെ നന്ദി. മഹത്വം. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നോളം ഞങ്ങളുടെ മേലുള്ള അങ്ങയുടെ കരുതലിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജനനം മുതൽ ഇന്ന് ഈ നിമിഷം വരെയുള്ള അങ്ങയുടെ സ്നേഹപരിപാലനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ആരാധന. ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ ആരാധന. ഈശോയെ മഹത്വം. കർത്താവേ, നമുക്ക് സ്വരമുയർത്തി അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ശക്തി ഉറവിടമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഈ സമൂഹത്തോട്, ഞങ്ങളുടെ ഈ ആരാധന സമൂഹത്തോട് അവിടുന്ന് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ആരാധിക്കുന്ന ഞങ്ങളുടെ മേലേക്ക് അങ്ങയുടെ കൃപ വർഷിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ സങ്കടങ്ങളെ അവിടുന്ന് സന്തോഷമായി പ്രകടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു. ആരാധന. ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. സ്തുതിക്കുന്നു ഈശോയെ. നന്ദി ആരാധന. ദീപികാരനെ ഈശോയുടെ തിരുമുമ്പിൽ നമുക്ക് ആയിരിക്കുന്ന നിമിഷങ്ങളിൽ അവിടുത്തെ ദിവ്യ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ആ ദിവ്യ സ്നേഹാഗ്നിയാൽ നമ്മൾ ജ്വലിക്കട്ടെ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ ഉള്ളും നമ്മെ പൂർണ്ണമായും നമ്മുടെ കുറവുകളോടെ അവിടെ നമ്മളെ സ്നേഹിക്കുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയിലാണെന്ന് ഉദ്ഘോഷിച്ച ആ വിശുദ്ധ സ്ലീഹായെ പോലെ നമുക്ക് തിരുമുമ്പിലായിരിക്കാം. ഈശോയെ, അവിടുന്ന് ഞങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കി സ്നേഹിക്കുന്നുവല്ലോ. അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും ഞങ്ങളുടെ ഹൃദയങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ ചിന്തകളെയും എല്ലാ വികാരങ്ങളെയും അങ്ങ് മനസ്സിലാക്കുന്നുവല്ലോ. പരമപരിശുദ്ധനായ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ നിസാരരും പാപികളുമാണെന്ന് കർത്താവെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന തിരുവചനത്തിലൂടെ അവിടെ ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് പരിശുദ്ധി തരണമേ. അങ്ങയുടെ പരിശുദ്ധി ഞങ്ങൾ നുകർന്നു കഴിയുമ്പോൾ അങ്ങയെ ദർശിക്കുവാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ ഈശോയെ. അങ്ങയുടെ പരിശുദ്ധിയാൽ ഈ നിമിഷം ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ പരിശുദ്ധി ഞങ്ങൾ നിറയപ്പെടുമ്പോൾ അങ്ങയെ കാണുവാനും അങ്ങയെ പൂർണ്ണമായി ദർശിക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നു. വിശ്വാസവും വിശുദ്ധിയും ഒരുപോലെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. വിശുദ്ധിയില്ലാതെ അങ്ങയെ ദർശിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. പരിശുദ്ധി ഞങ്ങൾക്ക് പകരണമേ. പരിശുദ്ധനായ അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ പരിശുദ്ധി അവിടെ ഞങ്ങളിലേക്ക് ചൊരിയുന്നുവല്ലോ. കർത്താവെ, അവിടുന്ന് നീതിമാനാണ്. അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്. ഞങ്ങളെ ഓർക്കുകയും കരുണാപൂർവം കടാക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാവങ്ങളെ അവിടെ ഓർക്കരുതേ. ഞങ്ങളുടെ പിതാക്കന്മാരും സ്നേഹിതരും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും വഴി വന്നുപോയ എല്ലാ തെറ്റുകളും അവിടുന്ന് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളെ രക്ഷിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ ഈ നിമിഷം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ മഹനീയമായ സ്വർഗീയ സൈന്യങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹനീയ സിംഹാസനത്തിൻ്റെ മുൻപിൽ, അങ്ങയുടെ വിശുദ്ധിയുടെ മുൻപിൽ, അങ്ങയുടെ ദിവ്യകാരുണ്യ സന്നിധിയുടെ മുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളും കൃപയുടെ നിറവുകളായി മാറട്ടെ. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകമായി ഞങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളും അങ്ങേക്ക് സാക്ഷികളായി തീരട്ടെ. അങ്ങയുടെ സ്നേഹം ആവോളം പാനം ചെയ്യുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് തുറക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ ശാന്തതയും എളിമയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സകല നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, ആ ഹൃദയത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് വിശാലമാക്കണമേ. എളിമയും ശാന്തതയും കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് നിറച്ച് അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന തിരുവചനങ്ങളിലൂടെ അവിടുന്ന് ഞങ്ങളോട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുവല്ലോ. ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ നന്ദി പറയുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് സമാധാന രാജാവാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നു. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ഞങ്ങളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേൽ അവിടുന്ന് കരുണയായിരുന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുത്ത് അങ്ങയുടെ കരുണയുടെ പ്രവാചകരായി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ അങ്ങേക്ക് സാക്ഷികളായി തീരുവാൻ, അങ്ങയുടെ വചനത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഈശോയെ, വെളിപാട് 12:11 അങ്ങ് അരുളി ചെയ്ത വചനം കർത്താവേ, നിമിഷം ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും
സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. ഈശോയെ, ഈ വചനത്തിൻ്റെ ശക്തമായ അഭിഷേകം ഈ നിമിഷം ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ പ്രവാചകരാകുവാൻ, അങ്ങയുടെ വചനം പ്രഘോഷിക്കുന്നവരാകുവാൻ, ആ സാക്ഷ്യത്തിൻ്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് ജീവൻ നൽകുവാൻ പോലും തയ്യാറാകുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ടും അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. ജീവൻ നൽകാനും തയ്യാറാകാൻ അവിടുന്ന് ഞങ്ങളെ അങ്ങയുടെ പ്രേക്ഷിതരായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോബിൻ്റെ പുസ്തകം അധ്യായം 1 10-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: അങ്ങ് അവന് അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി, അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. കർത്താവെ, അങ്ങേ ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ, ഈ കൃപയുടെ മണിക്കൂറിൽ ഇന്ന് ഈ നിമിഷം വരെയും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ നന്മകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ല. കർത്താവെ, എന്തുമാത്രം നന്മയാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങേക്ക് സ്നേഹം പ്രകാശിപ്പിക്കാൻ ഞങ്ങൾ തീർത്തും അയോഗ്യരാണ്. കർത്താവെ, അങ്ങയുടെ കരുണ ഞങ്ങളിലേക്ക് ചൊരിയുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേ ആരാധിക്കുന്ന ഞങ്ങളിലേക്ക് അങ്ങ് നൽകിയിരിക്കുന്ന വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ചുറ്റും, ഞങ്ങളുടെ ജീവന് ചുറ്റും അങ്ങ് സുരക്ഷിതത്വത്തിൻ്റെ വേലി കെട്ടിയിരിക്കുന്നു. വലിയ ദൈവിക സംരക്ഷണം അങ്ങേ ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങ് കൃപയായി നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങേ ആരാധിച്ച ഈ നിമിഷത്തിൽ അങ്ങ് പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങളെ ഓർത്ത്, അവർണ്ണനീയമായ ദാനങ്ങളെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. ഞങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന അങ്ങേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ അങ്ങ് സ്വീകരിച്ചാലും അങ്ങയുടെ ആനന്ദത്താൽ, അങ്ങയുടെ ആത്മാവിന് ഞങ്ങളെ ഈ നിമിഷം സന്തോഷിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തമായ അവബോധം ഈ ആരാധനാ മണിക്കൂറുകളിൽ അങ്ങ് നൽകിയിരിക്കുന്നുവല്ലോ. സ്വർഗത്തിൻ്റെ വലിയ സന്തോഷം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ യാചനകളെ, അപേക്ഷകളെ എല്ലാം ഈശോയെ അങ്ങ് സ്വീകരിച്ചുവല്ലോ. കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നും അവസാനത്തുള്ളി രക്തവും ജലവും ഞങ്ങൾക്ക് പാനീയമായി അവിടുന്ന് നൽകി. ഈശോയെ, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയെയും കരുതലിനെയും ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ സ്നേഹവും കരുണയും കൃപയും പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അങ്ങയുടെ സുവിശേഷത്തിൻ്റെ പ്രവാചകരായി, പ്രഘോഷകരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനാ മണിക്കൂറിൽ കർത്താവ് ധാരാളം കൃപകൾ നമ്മളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകവും വലിയ വിടുതലും കർത്താവ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈശോ നൽകിയിരിക്കുന്നു. ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഈ നിമിഷം കാണുന്നു. സ്വർഗം തുറക്കപ്പെടുന്നു. വലിയ കൃപയുടെയും ആത്മാവിൻ്റെ അഭിഷേകവും അവിടുന്ന് ചൊരിയുന്നു. ഈശോയെ നന്ദി പറയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രത്യാശയുടെ, സന്തോഷത്തിൻ്റെ, നന്മയുടെ, ദയയുടെ, കരുണയുടെ വലിയ കവാടം ഈ നിമിഷം കർത്താവ് നമുക്ക് ചൊരിഞ്ഞിരിക്കുകയാണ്. കർത്താവെ നന്ദി പറയുന്നു. ഈ ആരാധനാ മണിക്കൂറുകളെ അങ്ങ് ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവയെല്ലാം ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ നിന്നും ഞങ്ങൾ ഈ നിമിഷം സ്വീകരിക്കുന്നു. അവയെല്ലാം വിശ്വാസത്തോടെ സ്വീകരിക്കുവാൻ ഈശോയെ അങ്ങയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് അവയെല്ലാം രക്ഷാകരമാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
ഞങ്ങളുടെ സഹനങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടതകൾ, വേദനകൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, ആകുലതകൾ, ഉത്കണ്ഠകളെല്ലാം ഈശോയെ നിനക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ, നിൻ്റെ വിശുദ്ധ കുരിശിനോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ അവയെല്ലാം അവിടുന്ന് രക്ഷാകരമാക്കി മാറ്റുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളത് സ്വീകരിക്കുമ്പോൾ അതെല്ലാം തിരുമുറിവുകളാകി അവിടുന്ന് മാറ്റുന്നുവല്ലോ. ഞങ്ങളുടെ മുറിവുകൾ അങ്ങയുടെ തിരുമുറിലേക്ക് വെച്ച് കഴിയുമ്പോൾ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ, അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുമ്പോൾ, അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ, ചേർത്ത് വയ്ക്കുമ്പോൾ, ഉള്ളിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ വയ്ക്കുമ്പോൾ, ഈശോയെ അങ്ങ് വലിയ സ്നേഹവും കരുണയും കരുതലും ഞങ്ങളിലേക്ക് ചൊരിയുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ, സ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ആരാധന ആരാധന, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ആരാധനാ മണിക്കൂറുകളിൽ അങ്ങ് വലിയ കൃപയായി, സ്നേഹമായി, കരുണയായി, കരുതലായി വന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. വലിയ അത്ഭുതത്തിൻ്റെ, വിടുതലിൻ്റെ, വലിയ അഭിഷേകത്തിൻ്റെ മണിക്കൂറിനെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ സമർപ്പിക്കുന്നു, ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജനപദങ്ങളിലേക്കും അങ്ങയുടെ കൃപയുടെ വലിയ കടാക്ഷമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ, മാലാഖമാരെ, സ്വർഗീയ സൈന്യങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ ആരാധിക്കുന്ന ആരാധകരുടെ മേൽ അങ്ങയുടെ കരുണ വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആരാധിക്കുമ്പോൾ വലിയ വിടുതലും ശക്തിയും വിമോചനവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നുവല്ലോ. രോഗശാന്തികൾ, വലിയ സൗഖ്യങ്ങൾ, മുറിവുകളൊക്കെ സൗഖ്യപ്പെടുന്ന, ആന്തരിക മുറിവുകൾ സൗഖ്യമാക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ അനുഭവമാണ് ആരാധനയിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്. കർത്താവെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. വചനത്തിൻ്റെ വലിയ അഭിഷേകം, വചനം പൂർണ്ണമായി സ്വീകരിക്കുവാനുള്ള കൃപ ഈശോ ഈ നിമിഷം ധാരാളം പേർക്ക് നൽകി അനുഗ്രഹിക്കുന്നു. വലിയ രോഗശാന്തികൾ അവിടുന്ന് നൽകുന്നു. അവിടുന്ന് പറയുന്നു, ശാന്തമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു എന്ന് സങ്കടപ്പെട്ടിരിക്കുന്നവരോട് ഈശോ പറയുന്നു. കർത്താവ് നമുക്ക് കൃപയും കരുണയും ചൊരിയപ്പെടുന്ന ഈ നിമിഷങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഇനിയും സമർപ്പിക്കാം. ഇനിയും വിട്ടുകൊടുക്കാത്ത മേഖലകളുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ മഹത്വം പ്രവേശിക്കുവാനായി നമുക്ക് ഈ നിമിഷം ഈശോയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. ദിവ്യകാരുണ്യ ആരാധനയുടെ സമയങ്ങളിൽ കർത്താവ് വലിയ കരുണയും കൃപയും ചൊരിയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധി നുകരുവാൻ, അവിടത്തേക്ക് പൂർണ്ണമായും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ കരങ്ങളെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് കാരുണ്യവാനായ കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്നും നമ്മുടെ നിലവിളി കേൾക്കുകയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യട്ടെ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമേ നന്ദി പറയുന്നു. ഈ ആരാധന മണിക്കൂറിൽ അങ്ങ് നൽകിയ വലിയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. വചനത്തിൻ്റെ വലിയ ശക്തിയും വചനത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും മനസ്സിലാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് നിന്നെ നിരന്തരം നയിക്കുകയും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധിയും നൽകുന്നു. നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്നു. നനച്ചു വളർത്തിയ പൂന്തോട്ടവും മറ്റാത്ത നിരുറവയും പോലെയാകും നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളോട് നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. നിന്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് ഞാൻ നിന്നെ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു. ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും
വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. ആരാധനയുടെ ഈ മണിക്കൂറിൽ ഈശോ നമ്മോട് അരുളി ചെയ്യുകയാണ്, ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നുവെന്നും അനുതാപികളുടെ ഹൃദയത്തെ, വിനീതരുടെ ആത്മാവിനെ അവിടുന്ന് നവീകരിക്കുന്നുവെന്നും നമുക്കിത് വിശ്വസിച്ച് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം മാംസം ധരിക്കട്ടെ. നമുക്കിതൊരു സാക്ഷ്യത്തിൻ്റെ വചനമായി തീരട്ടെ, അഭിഷേകത്തിൻ്റെ വചനമായി തീരട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് വെച്ചുകൊണ്ട് അവിടുത്തെ സമാധാനം നമുക്ക് അനുഭവിക്കാം. അവിടുന്ന് നൽകിയ കൃപകളെ ഓർത്ത് നന്ദി പറയാം. ഈശോയെ, ഒരിക്കൽ കൂടി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ആരാധന ആരാധന, സ്തുതിക്കുന്നു ഈശോയെ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകിയ കൃപകളെ, നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന 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 ആരാധന, മഹത്വം മഹത്വം മഹത്വം. കർത്താവേ, ദൈവപിതാവേ, അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന, സ്തുതിക്കുന്നു. ദൈവപിതാവേ സ്തുതിക്കുന്നു. ഈശോയെ ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്കർഹനായ ഈശോയെ, അങ്ങേക്ക് ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകുമെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നു. അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തുമെന്നും എൻ്റെ വചനങ്ങളോട് തീവ്രമായ അഭിനിവേശം ഉറപ്പിക്കുക, അതിനോട് അഭിലാഷം അർപ്പിക്കുക, അവയോട് തീവ്രമായ അഭിനിവേശം കാണിക്കുവാൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ജ്ഞാനത്തെ ഓർത്ത് നന്ദി പറയുന്നു. കാപട്യമെന്നിയെ അങ്ങയുടെ ജ്ഞാനം അഭ്യസിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയെ ആരാധിക്കുമ്പോൾ അവിടുന്ന് നൽകുന്ന വലിയ ഈ കൃപയുടെ സമ്പത്തിനെ ഓർത്ത് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ ജ്ഞാനം മനുഷ്യർക്ക് അക്ഷയ നിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ഭൂമിയിൽ മറ്റെന്തിനേക്കാൾ ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു. ആത്മാവിനെ ആനന്ദം കൊണ്ട് അങ്ങ് അഭിഷേകം ചെയ്യുന്നു. ദൈവമേ, അങ്ങേക്ക് മഹത്വം. ഈശോയെ, അങ്ങേക്ക് സ്തുതി. പരിശുദ്ധാത്മാവേ, നന്ദി. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവമേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത് അങ്ങാണ്. സ്വർഗാദി സ്വർഗങ്ങൾക്ക് അങ്ങയുടെ നാമം ഏറ്റുപറയുവാൻ അശക്തങ്ങളാണ്. അത്രയും മഹത്വമേറിയ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുവാൻ പാപികളും ബലഹീനരുമായി ഞങ്ങളെ അനുവദിച്ച ഈ മണിക്കൂറിനെ ഓർത്ത്, ഈ ആരാധനാ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയുന്നു. അങ്ങയുടെ വിശുദ്ധിയിൽ നിന്നും ഞങ്ങൾക്ക്, പരമപരിശുദ്ധിയിൽ നിന്നും ഞങ്ങൾക്ക് വിശുദ്ധി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണല്ലോ. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ ഭരിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് സ്വന്തമാക്കി കണക്കാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയെ സ്തുതിക്കുന്നു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഈ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് എൻ്റെ അരച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങയുടെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ആശ്വാസത്തിൻ്റെ വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈ കൃപയുടെ മണിക്കൂറിനെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, ഇതാ ഞങ്ങളെന്ന് അവ പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി. അവിടുന്നാണ് നമ്മുടെ ദൈവം, അവിടുത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. സർവശക്തനായ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ച് അങ്ങയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ ആരാധിക്കാൻ അങ്ങ് അനുവദിച്ച ഈ കൃപയുടെ മണിക്കൂറിനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് സ്തുതി.